നിന്ന് അഡ്വക്കേറ്റ് എം രോഹിത് കൂടി ചേരും. പക്ഷെ അതിനു മുൻപ് അറിയേണ്ടത് നിലമ്പൂരിലെ ഇപ്പോഴത്തെ സാഹചര്യമാണ്. സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. അവിടെ നിന്ന് ശിവദാസ് ഉണ്ട് എങ്കിൽ ശിവദാസ്, സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. യെസ്, സാനുവിലേക്കാണ് പോകേണ്ടത്. സാനു, സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് വളരെ പെട്ടെന്ന് നടപടിക്രമങ്ങളിലേക്കാണ്. എത്രയും പെട്ടെന്ന് ഇത് മെഷീൻ ഓപ്പൺ ചെയ്യുന്നതിലേക്കും പോസ്റ്റൽ വോട്ടുകൾ, സർവീസ് വോട്ടുകൾ എണ്ണുന്നതിലൊക്കെ എത്തണം. ഈ വോട്ടിംഗ് മേശയിലേക്ക് എത്തിച്ചേരണം ഈ വോട്ടുകളെല്ലാം. വിവരങ്ങൾ എന്തൊക്കെയാണ്? മണിക്ക് തന്നെ എണ്ണി തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തു വരും. അതായത് EVM-ലെ ഇലക്ട്രിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഫലസൂചനകൾ പുറത്തേക്ക് വന്നു തുടങ്ങും. ഏകദേശം 9 മണിയോടുകൂടി ട്രെൻഡ് എങ്ങോട്ടാണ് നിലമ്പൂർ പോകുന്നതെന്നുള്ളതിന്റെ ഒരു ട്രെൻഡ് 9 മണിയോടുകൂടി തന്നെ നമുക്ക് വ്യക്തമാകും. അതായത് ആദ്യം വഴിക്കടവ് പഞ്ചായത്താണ് ആദ്യം എണ്ണുന്നത്. അതായത് 1 മുതൽ 46 ബൂത്തുകൾ വരെയാണ് ഈ വഴിക്കടവ് പഞ്ചായത്തിലുള്ളത്. അതായത് അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ PV അൻവറിന്റെ സ്ഥലമാണ്. PV അൻവറിന് ഏറ്റവും അധികം വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ് ഈ വഴിക്കടവാണ് ആദ്യം എണ്ണി തുടങ്ങുക. ഈ വഴിക്കടവ് എണ്ണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവും PV അൻവറിന്റെ വഴി എങ്ങോട്ടാണെന്ന് തന്നെ. ആ ഒരു ഭാഗത്തെ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ 46 മുതൽ, അതായത് 1 മുതൽ 46 വരെയുള്ള ബൂത്തുകളിലെ വോട്ട് എണ്ണുമ്പോൾ തന്നെ എങ്ങോട്ടാണ് ഈ നിലമ്പൂർ സഞ്ചരിക്കുക എന്നുള്ളതിന്റെ ഏകദേശം ഒരു ധാരണയൊക്കെ ഇവിടുന്ന് നമുക്ക് ലഭിച്ചു തുടങ്ങും. എന്തായാലും 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ തുടങ്ങും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തു വരും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വീണ, ഓക്കെ, ശരി സാനു, തിരിച്ചു വരാം. അഡ്വക്കേറ്റ് എം രോഹിത് ചേരുന്നു കോൺഗ്രസിൽ നിന്ന്. രോഹിത്, ഗുഡ്